ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുവൈറ്റിലൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ വീഡിയോ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. കള്ളപ്പണം പിടിച്ചെന്ന് പറഞ്ഞ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് കുവൈറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അയക്കുന്ന പണത്തിന് ഒരു ലിമിറ്റേഷൻ ഗവൺമെൻറ് കണ്ടുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഇവർ നാട്ടിൽ പോകാനായിട്ട് എയർപോർട്ടിൽ പോയപ്പം പോകാൻ പറ്റിയില്ല. കാരണം സിവിൽ ഐഡിയിൽ ലിമിറ്റിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടന്നേ കണ്ടു. അതിൻ്റെ രേഖകൾ ചോദിച്ചപ്പം അതില്ലായിരുന്നു. ഇപ്പം അവർ ജയിലിലാണ്. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക, നമ്മുടെ സിവിൽ ഐഡിയിൽ നിന്ന് ലിമിറ്റിൽ കൂടുതൽ എമൗണ്ട് സെൻഡ് ചെയ്യരുത്. ലോൺ മേലെ എടുക്കുകയാണെങ്കിൽ ലോണിൻ്റെ എമൗണ്ട് അയക്കുമ്പം ലോൺ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എക്സ്ചേഞ്ചിൽ കൊടുക്കുക. അവർ നമ്മുടെ സിവിൽ ഐ ഡി ചോദിക്കാറുണ്ട്. നാട്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് തരുമോ ചോദിച്ചു വരാറുണ്ട്. ചിലർ അതിന് 5 കടി 10 കടിയൊക്കെ കമ്മീഷൻ മേടിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ സാലറി അയക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സിവിൽ ഐ ഡി യൂസ് ചെയ്യാവൂ. വേറൊരുടെ സാലറി അയക്കാൻ നമ്മുടെ സിവിൽ ഐ ഡി യൂസ് ചെയ്യരുത്. കാരണം ഓവർ ട്രാൻസാക്ഷൻ നടന്നാൽ ചോദ്യം വരും. 20 നമ്പർ വിസക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവരുടെ സാലറിക്ക് ഒരു ലിമിറ്റേഷൻ ഗവൺമെൻറ് കണ്ടിട്ടുണ്ട്. മറ്റാർക്കും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സിവിൽ ഐ ഡി കൊടുക്കരുത്. പ്രത്യേകിച്ച് 20 നമ്പർക്കാർ വിസക്കാർ ശ്രദ്ധിക്കണം. കുവൈറ്റിൽ ഒരുപാട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക. ജയിലിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരും. ഇതൊരു ചെറിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. എൻ്റെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പോൾ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂടാതെ അറിയാത്ത ഫ്രണ്ട്സിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു നല്ല വീഡിയോ ഇടണം. ഓക്കെ, ബൈ.